ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് അല്ലക്കുഞ്ഞിന് വലിയ സുഖമില്ല കേട്ടോ. കാര്യം ചുമയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു തണുപ്പൊക്കെ ഇപ്പോൾ കൂടിയേക്കുമല്ലോ. രാവിലെ ഭയങ്കര തണുപ്പും ബാക്കി സമയങ്ങളൊക്കെ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആയിരിക്കും തോന്നുന്നത്. നല്ല ചുമയും കഫക്കെട്ടിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരു 4-5 ദിവസമായിട്ട് സ്കൂളിൽ വിട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഈ ആഴ്ച കംപ്ലീറ്റ് ചെയ്യട്ടെന്ന് വിചാരിച്ചു. തിങ്കളാഴ്ച മുതൽ വിടാമല്ലോ. ഇനിയിപ്പോൾ വലിയ പരീക്ഷയാണ് വരാൻ പോവാണ്. പിന്നെ ആനിവേഴ്സറി ഒക്കെ ഉണ്ട്. അങ്ങനെ പുതിയതായിട്ട് പഠിപ്പിക്കാൻ മാത്രമൊന്നുമില്ല. എല്ലാവർക്കും പഠിപ്പിച്ച് കഴിഞ്ഞ് റിവൈസിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ സ്കൂളിൽ വിടണ്ടെന്ന് വിചാരിച്ചേ. റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റിങ് നടക്കുമെന്ന് അറിയത്തില്ല. വീട്ടിലിരിക്കുമ്പോൾ തെച്ചൂട്ടി ഉണ്ടല്ലോ. അങ്ങനത്തെ രണ്ടുപേർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡ് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കും. ഞാൻ എത്ര നേരത്തെ ഒരുങ്ങി വന്നാലും ഫുഡ് കൊടുക്കാൻ ഒരു അരമണിക്കൂറെങ്കിലും എങ്ങനെയെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ കുഞ്ഞ് വായിൽ വെച്ചുകൊണ്ടേ ഇരിക്കട്ടെ. ഇങ്ങനെ ചവച്ചിറക്കത്ത് പോലും ഇല്ല. പറഞ്ഞ് നമ്മൾ ചവച്ചിറപ്പിക്കണം. അങ്ങനെ അതൊരു വിധം കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ അല്ലുക്കുഞ്ഞിന് മരുന്ന് കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ കുറച്ചുമ്പോൾ കൊടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ റെഡിയാവാൻ കയറിയേക്കോ കേട്ടോ. അങ്ങനത്തെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ അന്ന് ഞാൻ മുടി വെട്ടി കൊളാക്കിയതിൻ്റെ ഏകദേശമൊക്കെ ഒന്ന് മാറി വൃത്തിയോടൊക്കെ മാറി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നീളം വെച്ചപ്പം ആ ഒരു വെട്ടിയതിൻ്റെ ഒരു ഇത് മാറിയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അറ്റമൊക്കെ വെട്ടണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ സിന്ദൂരൊക്കെ തൊട്ടു. ഇത് ചെറിയൊരു മേക്കപ്പ്. ഞാൻ പിന്നെ ഒരുങ്ങാൻ കയറി കഴിഞ്ഞാൽ തെച്ചൂട്ട് എന്തായാലും ഓടി വരും. ഇനി എവിടെ പോകണമെന്ന് നമുക്ക് അറിയാം. എന്നാലും കാണാണ്ടേ പോകാൻ പറ്റുള്ളൂ. കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സങ്കടം. അതുകൊണ്ട് അവളെ കുറച്ചിനും കൊഞ്ചിച്ച് ഞാൻ റെഡി ആയിട്ടുണ്ട്. പഴയൊരു കഫ്താനായിട്ട് ഇട്ടേക്കണേ. ഒരു 1-2 വർഷം എന്തുകൊണ്ട് തെച്ചൂട്ടി കുഞ്ഞായിരുന്നപ്പോൾ നമുക്ക് കൊളാബ് കിട്ടിയ ഡ്രസ്സാട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ടു റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞ് മരുന്നും കൊടുത്ത് ഞാൻ അടുക്കള വശത്തൂടെ ഇറങ്ങുവാണ്. ഇതാണ് എൻ്റെ സ്ഥിരം റൂട്ടാണ്. ഫ്രണ്ടിൽ കൂടെ ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനത്തെ ലാബിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളേ. ബൈ.